ഓക്കെ. ശ്രീ പ്രശാന്ത് വാസുദേവ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. പ്രശാന്ത് വാസുദേവ്, ശരിക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നിയമങ്ങളുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വ്യാജ പ്രചരണങ്ങൾ, കലാപാഹ്വാനങ്ങൾ, നിയമവിരുദ്ധ ഉള്ളടങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ സമൂഹ മാധ്യമ കമ്പനികൾക്ക് മെറ്റ പോലുള്ള അവയ്ക്ക് സ്വന്തം മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത്തരം മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിയമമായിട്ട് തന്നെ നിലവിലുണ്ട്. എന്നാൽ പോലും ഇത്തരം ഉള്ള ഈ സമൂഹ മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്ത് ഈ സമൂഹ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരം തരത്തിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാകാനാണോ സാധ്യത? അല്ല, ശ്രീകുമാരന് ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് എത്രത്തോളം വരെ പോകാമെന്നുള്ളത് ഓരോരുത്തരും സ്വയം നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതൊരു ദേശ സുരക്ഷയെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷയൊക്കെ ബാധിക്കുന്ന വിധത്തിലായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണം, അതിൽ മാറ്റം ഉണ്ടാകണം. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ ഏതെങ്കിലും ചാനലുകളോ അല്ലെങ്കിൽ ആരെങ്കിലും നടത്തി പോസ്റ്റ് വന്നിരിക്കട്ടെ, അത് സർക്കാർ ആവശ്യപ്പെട്ട് നീക്കം ചെയ്യുകയാണെങ്കിൽ തെറ്റാണ് എന്നേ ഞാൻ പറയുള്ളൂ, പൂർണ്ണമായിട്ടും തെറ്റാണ്. അതേസമയം ഇത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് നീക്കം ചെയ്തത് എന്നുള്ളതിന് തെളിവ് വേണം. ഞാനൊരു ചാനലിൽ കണ്ടത്, അവര് മെറ്റയ്ക്ക് മെയിൽ അയച്ചപ്പോൾ മെറ്റ മറുപടി കൊടുത്തത്രേ ഇത് സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് നീക്കം ചെയ്തതെന്നുള്ളത്. അപ്പൊ അതിനുള്ള തെളിവുകൾ ഹാജരാക്കപ്പെടണം. അതിനുള്ള തെളിവുകൾ ഹാജരാക്കി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ നേരിട്ടോ അല്ലാതെയോ ആണ് മെറ്റയെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിച്ചത് എങ്കിൽ അത് തെറ്റാണ്. അത് തെളിയിക്കപ്പെടണം. അത് തെളിയിക്കപ്പെടുന്നവരെ നമ്മൾ ശൂന്യതയിൽ ഇരുന്നുകൊണ്ട് ഇത് മുഖ്യമന്ത്രി ചെയ്തതാണ് അല്ലെങ്കിൽ സർക്കാർ ഇതാണെന്ന് പറയുന്നതിൽ ന്യായമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മളൊരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ നുണയെന്നൊക്കെ വെറുതെ അങ്ങ് വിളിക്കുകയാണ്. അതിന് നമ്മൾ ന്യായങ്ങളും പറയുന്നുണ്ട്. അപ്പോ പണ്ട് കാലത്ത് ആരൊക്കെ നുണ പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രം തേടിപ്പോയിട്ട് കാര്യമില്ല. യൂട്ടേൺ എടുക്കുന്നു എന്നുള്ള പരാതി പറയുന്നു. യൂട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാഫിക് നിയമമാണത്. ഒരു യൂട്ടേൺ എടുക്കേണ്ടടുത്ത് യൂട്ടേൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി വീഴും? ചിലപ്പോൾ ഈ കുളത്തിലോ അല്ലെങ്കിൽ ചതുപ്പിലോ ആയിരിക്കും പോയി വീഴുന്നത്. അപ്പൊ യൂട്ടേണിന്റെ സമയത്ത് നിങ്ങൾ യൂട്ടേൺ എടുത്തിരിക്കണം, അത് വേറൊരു കാര്യം. അപ്പൊ നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ മോറലി താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുക, അങ്ങനെയല്ലല്ലോ. നമ്മൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണോ? മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ നുണ പറയുന്നത് മറ്റു വിഷയത്തിൽ നുണ പറയുന്നതാണോ കേരളത്തെ? എന്തുകൊണ്ട് ചോദിക്കുന്ന മുഖ്യമന്ത്രി തുറമുഖ നഗരമാക്കാൻ പോകുന്നു കേരളത്തെ, അതെന്തായി? അതിൽ ഒരു നടപടി നിങ്ങൾ എടുത്തോ ഇതുവരെ എന്ന് ചോദിക്കുക. അപ്പൊ അതിനകത്ത് അർത്ഥമുണ്ട്. ക്രിയാത്മകമായ കാര്യങ്ങൾ പറയട്ടെ, അല്ലാതെ ഈ നിസ്സാര കാര്യങ്ങൾ പറയല്ല. അപ്പൊ മെറ്റയെ കൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യിച്ചുവെങ്കിൽ തെറ്റാണ്. അത് പുറത്തു വരട്ടെ. അത് പുറത്തു വരുന്നത് വരെ അതിൽ അർത്ഥമില്ല എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. പിന്നെ രണ്ടാമത്തെ ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത്, MDMA വിൽപ്പനക്കാരനായ ഒരാളെ പോലീസ് പിടിച്ചു. അത് പിടിച്ചത് ഈ സർക്കാരിന്റെ പോലീസാണ്, കഴിഞ്ഞ സർക്കാരിന്റെ പോലീസല്ല പിടിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്, ഈ മുഖ്യമന്ത്രിക്ക് അയാളുമായിട്ട് ബന്ധമുണ്ട്. എന്താണ് ബന്ധം? മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി കണ്ടിരുന്നു. അത് 2021-ലാണ്, 2023-ലാണ്. 23-ലാണ് നവകേരള സദസ് നടന്നത്. 21-ൽ പിന്നെ വന്ന ചിത്രം വന്നപ്പോൾ അതിൽ വൈരുദ്ധ്യമില്ലേ? നവംബറിലെ ഇതിലല്ലല്ലോ കാര്യം. ഒന്നാമത്തെ വിഷയം, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ല ഈ വ്യക്തിയെ കാണുന്നത്. ഇനി അങ്ങനെ കണ്ടാൽ തന്നെ, ഇനി പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന് വിചാരിക്കുക, എത്രയോ നേതാക്കളിലെ എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ ആരെയെല്ലാം കാണുന്നു? ഈ കാണുന്നവരെല്ലാം തന്നെ MDMA വിൽക്കുന്നവരാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോറൽ ആക്ടിവിറ്റി ഉള്ളവരാണോ എന്നുള്ള കണ്ടുപിടിക്കാൻ ഉണ്ടോ? ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇത്ര ആൾക്കാരെ കാണാൻ പോകുമ്പോ ഒരു ലഹരി മാപിനിയും കൊണ്ടാണ് പോകുന്നത്. ഞാൻ കാണാൻ പോകുന്നവൻ ലഹരി വിൽപ്പനക്കാരനാണോ അല്ലെങ്കിൽ നീ കണ്ടുപിടിക്കണം. അങ്ങനെയല്ലല്ലോ. അപ്പൊ അതിനുശേഷം ആണ് അത് കണ്ടുപിടിക്കപ്പെടുന്നത്. അയാളെ ഒഴിവാക്കണം, അയാൾക്കെതിരെ നടപടി എടുക്കണം. അതാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ല കണ്ടത്. ഒന്നാമത്തെ കാര്യം. പ്രതിപക്ഷ നേതാവ് കണ്ടു, ഓക്കെ, കണ്ടത് എന്നുള്ളതല്ല വിഷയം. കണ്ടപ്പോൾ ആ വ്യക്തി അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ കണ്ടത്? എങ്കിൽ തെറ്റാണ്. അങ്ങനെ ആരും തെളിയിച്ചിട്ടുണ്ടോ? ഈ വ്യക്തി MDMA വിൽപ്പനക്കാരനാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അദ്ദേഹത്തെ കണ്ടത് എങ്കിൽ തെറ്റാണ്. അങ്ങനെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ പറയുന്നതാണ് അവിടെ നുണ എന്നുള്ള സംഭവമാണ് കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി നുണ പറയും, നുണ പറയും. അദ്ദേഹം തീയതികളിലെ നുണ പറഞ്ഞു, വർഷങ്ങളിലെ നുണ പറഞ്ഞു. അതൊക്കെ മനുഷ്യന് വരുന്ന പിഴവുകളാണ്. അതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ നുണയുന്ന ഒരു ഫോക്കസിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത്. അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞതാണ്. MDMA വിറ്റ ഒരു പ്രതിയെ, ഒരാളിനെ മുഖ്യമന്ത്രി അത് അറിഞ്ഞതിന് ശേഷം കൊണ്ടു നടക്കുന്നുണ്ടോ? അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ തെറ്റാണ്. അവിടെ പറയൂ, രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് അയാൾ വിൽക്കുന്നവനാണ് എന്ന് അറിഞ്ഞിട്ടാണോ അയാളെ ഒപ്പം കൂട്ടിയത്, അയാളെ കാണാൻ പോയത്? അതിന് മറുപടി വേണം. മെറ്റയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്ത തെളിവുകളുണ്ടോ? വരട്ടെ. അപ്പൊ ഞാനും മുഖ്യമന്ത്രി വിമർശിക്കും, എല്ലാവരും വിമർശിക്കണം.
അപ്പൊ അതിനു മുമ്പ് ശൂന്യതയിൽ നിന്നുകൊണ്ട് എല്ലാം ആശങ്കകളാണ്, എല്ലാം വ്യാകുലതകളാണ്, ശൂന്യതയിൽ നിന്നുള്ള ജൽപ്പനങ്ങളാണ്. ഇതാണ് എനിക്ക് ഈ രണ്ട് വിഷയങ്ങളും പറയാനുള്ളത്.